ശ്രീകാന്ത് ഉള്ളത് ഏത് ഭാഗത്താണ്? അവിടെ ഇപ്പോൾ മേഘന നേരത്തെ സൂചിപ്പിക്കുകയായിരുന്നു, എവിടേക്ക് തിരിഞ്ഞു നോക്കിയാലും അവിടെ എല്ലാം ഈ പൊങ്കാലക്കലങ്ങൾ മാത്രമാണ് കാണാൻ കഴിയുന്നത്. അതുതന്നെയാണ് ഈ പൊങ്കാല ആഘോഷത്തിൻ്റെ ഒരു പ്രത്യേകതയും. ഇനി അല്പസമയത്തിനകം തന്നെ, ഇനിയിപ്പോൾ കേവലം അരമണിക്കൂറില്ല, 35 മിനിറ്റ് ഉണ്ട് കൃത്യമായി പറഞ്ഞാൽ. 1:15-നാണ് ഈ പൊങ്കാല നിവേദ്യം സമർപ്പിക്കുക. അതോടുകൂടി തന്നെ ഈ ചടങ്ങുകൾക്കെല്ലാം ഏതാണ്ടൊരു പരിസമാപ്തിയാവുകയും ചെയ്യും. വിവരങ്ങൾ പുകയൊന്ന് അടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഈ വെയിലിന് ഒരു കുറവുമില്ല. അതിശക്തമായ വെയിലാണ് ഈ പ്രദേശത്തുള്ളത്. ഇന്നലെ ഇത്രയും വെയിലില്ലായിരുന്നു, കാരണം മഴയൊക്കെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. മങ്ങിയ നിലയിലായിരുന്നു മൊത്തത്തിൽ അന്തരീക്ഷം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് സമാധാനപരമായി നിൽക്കാനും റിപ്പോർട്ട് ചെയ്യാനും ഒക്കെ സാധിച്ചിരുന്നു. പക്ഷേ ഇന്നത്തെ അവസ്ഥ അങ്ങനെയല്ല, കത്തിക്കാളുകയാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. പക്ഷേ അതിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഈ പൊങ്കാല ഇടാൻ വേണ്ടി സ്ത്രീജനങ്ങൾ ഇവിടെ എത്തിയതും. ഇനി അവർ അരമണിക്കൂറിലധികം കാത്തു നിൽക്കണം. അവർ തയ്യാറാക്കിയ അവരുടെ പായസം അല്ലെങ്കിൽ പൊങ്കാല അത് ഭഗവതിക്ക് നേദിക്കുന്നതിന് വേണ്ടി ഇനിയും കാത്തു നിൽക്കണം. ഈ പൊരിവെയിലാണ് അവർ ഈ കാത്തുനിൽപ്പ് തുടരുന്നത്. നമ്മുടെ ഡ്രൈവർ സതീശൻ നമ്മുടെ സാരഥി രാവിലെ പറഞ്ഞൊരു കാര്യമുണ്ട്, പുള്ളി പിരിന്നു പോകുന്ന അവസ്ഥയെന്ന്. അത് തിരുവനന്തപുരത്തിന്റെ ഒരു നാട്ടുമ്പുറത്തെ ഒരു ഭാഷയാണ്. ആ രീതിയിൽ പറഞ്ഞാൽ അമ്മാതിരി പുള്ളി പിരിന്നു പോകുന്ന അവസ്ഥയാണ് ഇവിടെയുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യമെടുത്താൽ നമുക്ക് അവരുടെ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. രാവിലെ മുതൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ, ഫയർഫോഴ്സ്, പോലീസ്, ഗവൺമെന്റിന്റെ മറ്റ് വകുപ്പുകളിൽപ്പെട്ട ഉദ്യോഗസ്ഥർ എല്ലാവരും ഈ ഒരു പൊങ്കാല സുഗമമായി നടക്കുന്നതിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന ഉദ്യോഗസ്ഥരുണ്ട്. നമുക്ക് രാവിലെ മുതൽ തന്നെ നമുക്ക് കൂട്ടായി ഉണ്ടായിരുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥർ. സാർ, എങ്ങനെ കുറച്ച് ദിവസങ്ങളായി തന്നെ ഇതിന്റെ പുറകെ ഉണ്ടായിരുന്നില്ലേ? 2-3 ദിവസമായിട്ടുണ്ട്. വലിയ വെയിലും നല്ല ചൂടും ഒക്കെ ഉണ്ട്, കഷ്ടപ്പാടുണ്ട്. ടീം മുഴുവൻ നല്ല വെയിലത്ത് തന്നെയാണ്. വെള്ളമൊക്കെ എത്തിക്കുന്നു. ഭക്ഷണത്തിലൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഭക്ഷണം അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നന്നായിരുന്നു. എങ്ങനെ ഈ തിരക്കും ഇതൊക്കെ നിയന്ത്രിക്കാൻ പറ്റുമോ? മാനേജബിൾ ആയിരുന്നു, കുഴപ്പമില്ല. എന്നാലും തിരക്ക് കൂടുതലായിരുന്നു, എന്നാലും മാനേജബിൾ ആയിരുന്നു. എല്ലാവരും നല്ല ഗംഭീരമായിട്ട് നല്ല ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചതുകൊണ്ട് നല്ല ഗംഭീരമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആദ്യമായിട്ടാണോ പൊങ്കാല നിയന്ത്രിക്കുന്നത്? അല്ലല്ല, ഞാൻ നേരത്തെ ട്രാഫിക് ചെയ്യായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ. 2 വർഷത്തോളം ആറ്റുകൾ ഡ്യൂട്ടി വെളിയിൽ ചെയ്തിട്ടുണ്ട്. തഴക്കവും പഴക്കവും വന്ന ആളുകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ആണ്. ശരി, അപ്പോൾ ഇവരെല്ലാവരും തന്നെ അഭിനന്ദനം അർഹിക്കുന്ന ആളുകളാണ്. കാരണം നമുക്കറിയാം, ഇവിടെ ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന് ചില സമയങ്ങളിൽ ഈ ആളുകളോടൊക്കെ തന്നെ പലപ്പോഴും വഴക്കുണ്ടാക്കേണ്ടി വരാറുണ്ട്. അവരോടൊക്കെ തന്നെ സ്നേഹബുദ്ധിയോ ഉപദേശിക്കേണ്ടി വരാറുണ്ട്. ഇവിടെ നിന്നും മാറ്റി അവരെ തിരിച്ചയക്കേണ്ടി വരാറുണ്ട്. ഇപ്പോൾ പൊങ്കാലയൊക്കെ കഴിഞ്ഞ് ദർശനം കഴിഞ്ഞ് കുറച്ച് ആളുകൾ കൂടി വന്നിട്ടുണ്ട്. സിറിൽ ഒന്ന് നോക്കണേ, പൊങ്കാല ഇട്ടായിരുന്നു? പൊങ്കാല കഴിഞ്ഞ് ചെറിയൻകീഴ് മുടപുരത്തുനിന്ന്. ആരൊക്കെ കൂട്ടത്തോടെ എല്ലാവരും കൂടിയാണോ? ഒറ്റയ്ക്കാണ് വന്നത്. ഒറ്റയ്ക്ക്. എത്ര നാളായി പൊങ്കാല? കൊച്ചിലെ തൊട്ട് 10-18 വയസ്സ് തൊട്ടിടും. വർഷങ്ങളായി ഇടുന്ന നല്ല അനുഗ്രഹവും. ചേർത്തലം മാക്കക്കടവും. അല്ലല്ല, 6 വർഷമായി. എല്ലാവരും ഒറ്റക്കും ഞാൻ ഇട്ടു. കൊച്ചു പിള്ളേരൊക്കെ മക്കളൊക്കെ ഇട്ട് എൻ്റെ മക്കളാണ് അതിലുണ്ട്. കിഴക്കേപ്പുറം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രജനി, നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ദേവിക്ക് ഈ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയ ആളുകൾ ധാരാളം പേരുണ്ട്. അവർ ഈ പൊരുവെയിലത്ത് കാത്തിരിക്കുകയാണ്. 1:15 നേദ്യം. അന്ന് ആ സമയത്ത് പണ്ടാരയടുപ്പിൽ തയ്യാറാക്കിയ പൊങ്കാലയുണ്ട്. അതിൽ ദേവിക്കത് നിവേദിക്കുന്ന ചടങ്ങുകൾ അവിടെ നടക്കും. അതിനു ഒപ്പം തന്നെ ഈ തലസ്ഥാന നഗരിയുടെ പല ഭാഗങ്ങളിലായി കൂട്ടിയിട്ടുള്ള അടുപ്പുകളിൽ ദേവിക്കായി നിറഞ്ഞിരിക്കുന്ന കലങ്ങളിൽ അവിടെയും നേദ്യ ചടങ്ങുകൾ നടക്കും. ശേഷം ഈ തലസ്ഥാന ജില്ലയോട് വിട പറഞ്ഞ് ആളുകൾ മടങ്ങും. ഈ സ്ത്രീജനങ്ങളെല്ലാം മടങ്ങും. പിന്നെ ഒരു വർഷം നീണ്ട കാത്തിരിപ്പാണ് ഈ ഉത്സവത്തിന് കൊടിയേറാൻ, തിരിച്ചിവിടെ തലസ്ഥാന നഗരിയിലേക്ക് ശ്രീപത്മനാഭന്റെ മണ്ണിലേക്ക് വരാൻ, അവിടെ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കാൻ. പിന്നെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. ഇനി നമുക്ക് സമയം നോക്കുകയാണെങ്കിൽ അധികമില്ല, അരമണിക്കൂർ താഴെ മാത്രമേ ഉള്ളൂ നേദ്യ ചടങ്ങുകളിലേക്ക് പോകാൻ. ഈ വെയിലൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല.